ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ മൂന്നാറിൽ നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് റിസോർട്ടാണ് കേട്ടോ ഗോൾഡൻ മൂന്നാർ പാലസ്. അപ്പോൾ നമ്മൾ നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഔട്ടർ വ്യൂ. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ റിസോർട്ടിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. നമ്മൾ വെൽക്കം ചെയ്തിട്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. ഇത് നമ്മുടെ റിസപ്ഷൻ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അവരൊരു ഫോം തരും, അതിന് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നാൽ തന്നെ നമുക്ക് അവിടുത്തെ സ്വിമ്മിംഗ് പൂളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിവിടെ ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അവിടുത്തെ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ നമ്മൾ പോയത് ഒരു വൈകുന്നേരം ടൈമായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഔട്ടർ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കോടയും നല്ല പച്ചപ്പും തേയിലത്തോട്ടം ഒക്കെയാണ്. നമ്മൾ റിസോർട്ടിൻ്റെ അകത്തുനിന്ന് പുറത്ത് നോക്കിയപ്പോൾ ഇതാ കിടക്കുന്നു നമ്മുടെ കാറ് കേട്ടോ. നമ്മുടെ കാർ സുന്ദര കുട്ടപ്പനായിട്ടോട്ട് കിടപ്പുണ്ട്. മലമുകളിലൊക്കെ നല്ല കോടയാണ് കേട്ടോ. പിന്നെ കാണുന്നത് തേയിലത്തോട്ടങ്ങളാണ്. പിന്നെ ഒത്തിരി പൂക്കളും ഗാർഡനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അവർ ടീ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം അടിപൊളിയായിരുന്നു കേട്ടോ. കർട്ടൻസ് ഒക്കെ മാറ്റുമ്പോൾ നമുക്ക് പുറത്ത് സ്വിമ്മിംഗ് പൂൾ കാണാം. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞ് അന്നോട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു ഹണിമൂണിന് പോകണമെന്ന്. പക്ഷെ ഇപ്പോഴാണ് നടന്നത്. ഇതൊരു 5 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ 5 സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ള റൂമാണിത്. പിന്നെ നമുക്കിവിടെ കെറ്റിലും കോഫി മേക്കറും ടീ പൗഡറും ഒക്കെ കിട്ടും കേട്ടോ. നമുക്ക് റൂമിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂൾ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ബാൽക്കണി സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ബാത്റൂമാണ്. ബാത്റൂമിൽ അവർ ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും കോമ്പും പിന്നെ ഷവർ ജെല്ലും ഷവർ കേപ്പും മോയ്സ്ചറൈസിങ് ക്രീമും നമ്മുടെ ഷാമ്പുവും ഒക്കെ ഇവിടെ വച്ചിട്ടുണ്ട്. റൂമിൽ നമ്മുടെ കുട്ടികളൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. 2 പേർക്ക് നല്ല ഇഷ്ടമായി. കുഞ്ഞിന് പിന്നെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവനെയും കൊണ്ട് ഇതുപോലെ ലോങ് ട്രിപ്പൊന്നും ഞങ്ങൾ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾ 2 പേര് ബെഡിൽ കിടന്ന് ഇങ്ങനെ ചാടി മറിയുന്നുണ്ട്. അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. ഇത് നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഔട്ടർ വ്യൂ ആണ്. നല്ല ഭംഗിയുണ്ടല്ലേ. കുഞ്ഞിൻ്റെ
ഒരു ആഗ്രഹം കേട്ടോ, അവന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്ന്. പിന്നെ ഷവർ ക്യാപ്പൊക്കെ വെച്ചിട്ട് അവന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടി കൊണ്ടുപോകാണ് കേട്ടോ. ആൾ ഭയങ്കര ത്രില്ലിലാണ്. ആ സിനിമയിലൊക്കെയാണ് ഈ സ്വിമ്മിംഗ് പൂൾ സംവിധാനം കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് പോവാണ്. സ്വിമ്മിംഗ് പൂൾ മാത്രമല്ല കേട്ടോ, ഹെൽത്ത് ക്ലബ്ബ്, കിഡ്സ് പ്ലേ ഏരിയ, അങ്ങനെ ഒത്തിരി ജിമ്മ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പുള്ളിലെത്തിയപ്പോൾ അവൻ ഇറങ്ങണ്ടെന്നായി കേട്ടോ. പിന്നെ അവസാനം ഇച്ചേനാണ് നിർബന്ധിച്ച് വാ ഞാനും കൂടെ ഇറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഇറങ്ങി. പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തായിട്ട് അവൻ ഇങ്ങനെ കിടക്കാനായിട്ടോ. പിന്നെ അവനും പപ്പയും കൂടി പോയി സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നുണ്ട്. ആൾക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. കാണുമ്പോൾ ഇറങ്ങണം എന്ന് പറയുന്നുണ്ടെങ്കിലും സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോൾ നല്ല പേടിയായി. നല്ല വിധനെ അവനെ പിടിച്ചിറക്കി കേട്ടോ അതിനകത്ത്. പിന്നെ ഞങ്ങൾ വന്നു കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ. അകത്തുനിന്ന് ഇറങ്ങിയില്ല, ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി റൂമിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങളിതാ ഇവിടെ റൂമിലെത്തി. പിന്നെ ഇത് രാത്രിയുള്ള ആ പൂളിലേക്കുള്ള ഒരു ഔട്ടർ വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അല്ലേ. മോളുള്ളത് കൊണ്ട് അവളുടെ ഫുഡിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാവുമെന്ന് എനിക്കൊരു ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരും. നമ്മളത് കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വാവയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ കിടക്കാൻ പോകണം കേട്ടോ. പിന്നെ കുഞ്ഞുള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു എക്സ്ട്രാ ബെഡും കൂടി അവർ പ്രൊവൈഡ് ചെയ്തു തന്നു. ഇവിടെ ഹോസ്പിറ്റാലിറ്റി എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്. പിന്നെ ഞങ്ങൾ രാത്രി കഴിച്ചത് ചപ്പാത്തിയും ബീഫും ഒക്കെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കോമഡിയൊക്കെ കണ്ട് ചപ്പാത്തിയും ബീഫും ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമുക്ക് അയൺ ബോക്സ് ഒക്കെ അവർ തരും കേട്ടോ. നമ്മൾ ഷർട്ടൊക്കെ അയൺ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ അയൺ ബോക്സ് അവരടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ രാവിലെ തന്നെ കൊണ്ട് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ റൂമിൽ നിന്നും ബാൽക്കണിയിലുള്ള രാവിലെയുള്ള വ്യൂ ആണ് കേട്ടോ. എൻ്റെ കർട്ടൻസൊക്കെ മാറ്റുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. രാവിലെ ആയപ്പോൾ നല്ല കോടയായി, നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുഞ്ഞിവിടെ ബീച്ചിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഷോയൊക്കെ കാണിക്കാണ് കേട്ടോ. ഞാനും കുഞ്ഞാവയും കുഞ്ഞുപെണ്ണും ഇച്ചാനൊക്കെ റെഡിയായി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.